സാബുമോനും ശ്വേതാമേനോനൊക്കെ ആലോചിക്കണ്ടാവും ഏത് നേരത്താണോ ആവോ ഈ ബിഗ് ബോസിലേക്ക് എഴുന്നള്ളാൻ തോന്നിയത്. അങ്ങനെ കഴിഞ്ഞു അവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നാളത്തോടുകൂടി എന്തായാലും സമാപനമായിരിക്കും. ഇപ്പോൾ വിടവാങ്ങലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും ബിഗ് ബോസ് തന്നെ പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും പറ്റില്ലെങ്കിൽ എണീറ്റ് പോടെ, കളഞ്ഞിട്ട് പോ, ടാസ്ക് വേണ്ട, ടാസ്ക് വേണമെങ്കിൽ നിർത്തി വയ്ക്കുക, ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്നാണ് പറഞ്ഞത് ബിഗ് ബോസ്. ഗതികേട് ആലോചിക്കണം പുള്ളിയുടെ. സ്പോട്ടിലാണ് റിയാക്ഷൻ കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഇവർ മിനിറ്റിന് അംഗം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിനെ പിരിച്ചുവിടുക, റോബോട്ടിനെ പിരിച്ചുവിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ റോബോട്ട് ഇനി ടാസ്ക് ചെയ്യണമെന്നില്ല, എന്നിട്ട് ഹെൽമെറ്റൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞു. ഇവർ നല്ല ഫണ്ണായിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്സര, സായി ബ്രോ, അതുപോലെ ഇവരെല്ലാവരും പുറമേ ഉണ്ടായിരുന്ന ഈ ഒരു റിയോട്ട് പോലെ ഈ ഒരു പ്രതികരണ അഗ്നി ഒക്കെ കൊണ്ടു നടക്കുന്നവർ ചില സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി ഒളിപ്പിച്ച് വയ്ക്കൽ, മുളക് പൊടി, ഓരോ സാധനങ്ങൾ, കത്തി, കോടാലി എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാം ഒളിപ്പിച്ച് വയ്ക്കുക. നല്ല രസകരമായിട്ട് സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്സര ടാസ്ക് ലെറ്റർ വായിച്ച് അപ്സര ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് മിക്ക സംഭവങ്ങളും അറിയാം, ലൂപ്പ് ഹോളും കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അവർ എൻ്റർടൈനിങ് ആക്കി. ഇവരൊക്കെ വെറുതെ ഇങ്ങനെ കോസ്റ്റ്യൂം ഇട്ട് അലഞ്ഞു തിരിയാന്നല്ലാതെ ഇവരെ കൊണ്ടൊന്നും വെറും ഡ്യൂട്ടി ചെയ്യലാണ് ടാസ്ക് എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ആ ഒരു ടാസ്കിനെ എങ്ങനെ എൻ്റർടൈൻ ആക്കാം. അപ്സരയൊക്കെ വിഷമം പറയുന്നുണ്ട് റസ്മിനോട്. റസ്മിൻ വെറുതെ അങ്ങനെ പല്ലും കടിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ എന്ത് കുന്തോണം അവൾ കാണിക്കുന്നത്, ഇടയിലൊന്ന് നന്നായതായിരുന്നു. ഇപ്പം വീണ്ടും പഴയ മോഡലിലേക്കാണ് പോകുന്നത്. എന്താടോ ആരാടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനമില്ലേ റസ്മിൻ്റെ, അതാണ് ഇപ്പോൾ വെളി വരുന്നത്. അത് ഭയങ്കര ഇറിറ്റേറ്റിങ്ങും പ്രൊവോക്കിങ്ങുമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുമാതിരി ഇടിച്ച് കയറി, ഒരുമാതിരി ഇന്നലെ ജാസ്മിനോട് കാട്ടി വളരെ മോശമായിരുന്നു. ജാസ്മിൻ എന്തോ ഫ്രണ്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംഭവം ആയതുകൊണ്ടും, പിന്നെ നോറ വെറുതെ കിടന്ന് അലയ്ക്കും ഇടയിൽ, അതാണ് പ്രശ്നം. ആവശ്യമില്ലാത്തടത്തൊക്കെ ഡയലോഗ് അടിച്ചിട്ട് പണി വാങ്ങിക്കും. അങ്ങനെ ജാസ്മിൻ അങ്ങനെ വിഷം തീണ്ടലും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിലൊന്നും വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ജാസ്മിൻ ഇപ്പോൾ ഇവരെ പറ്റിയോ ഒന്നും പറയാറില്ല പൊതുവെ. ജാസ്മിൻ മറ്റുള്ളവരെ പറ്റി, ജിൻഡോനെ പറ്റി അല്ലാതെ അങ്ങനെ കാര്യമായി ആരെയും ഗ്രഡ്ജ് വെച്ചിട്ട് ഒരുപാട് പരോക്ഷമായിട്ട് പറയാറില്ല. ഗബ്രിയും ജാസ്മിനും കൂടി ഇരിക്കണമെങ്കിൽ തന്നെ അവരുടെ പേഴ്സണൽ തിങ്സ് ആയിരിക്കും അവരുടെ ഡിസ്കഷൻ മാറ്റർ, അല്ലാതെ നോറയെ പറ്റിയൊന്നും അവർ കൺസിഡറേ ചെയ്യുന്നില്ലായിരുന്നു. നോറ പക്ഷേ എന്നെ എന്തിനാ പറയുന്നേ, എന്നെ എന്താ ഒരുമാതിരി വെറുപ്പിച്ച് ചീവീട് ശല്യമാണത്. ഇടയിലൊന്നും ബെറ്റർ ആയതായിരുന്നു. പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് നിൽക്കാനൊക്കെ നല്ല കഴിവാണ്. പക്ഷെ ചില സമയം മക്കാണ് പുള്ളിക്കാരി. 5 വയസ്സേക്ക് വിവരമില്ലാത്ത പോലെ പെരുമാറും. ഒരു പ്രശ്നമുള്ളതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഉണ്ടാക്കാൻ അൻസിബ, മെയിൻ അവളാണ് അൻസിബ. അവളുടെ മൂഡ് താങ്ങാൻ ഋഷിക്ക് നാണെന്ന് പറയണില്ല. ഋഷി എന്താ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഒരു വിവരമില്ലാത്തൊരു പ്ലെയറായി വരുന്നു വരെ. ക്യാപ്റ്റനാണെന്ന് പറയുന്നത്, ക്യാപ്റ്റനായിട്ട് എന്ത് കാര്യം? എന്തെങ്കിലും ഒന്ന് സ്വയം തീരുമാനിക്കാനുള്ളൊരു സംഭവം ഒന്നുമില്ല. എപ്പോഴും ഈ പവർ ടീമിൻ്റെ മൂട്ടിൽ പോയിരിക്കുകയല്ലാണ്ട് ഒരു തേങ്ങയും ചെയ്യുന്നില്ല ഋഷി. എന്നിട്ട് അൻസിബ എന്ത് തണ്ടിത്തരം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യലാണ്. പ്രൊട്ടക്റ്റ് ചെയ്ത് ഒടുവുണ്ടല്ലോ തേയും ഇങ്ങനെ നടന്നിട്ട് ചുമരിൽ. ബിഗ് ബോസ് പച്ചയ്ക്ക് പറഞ്ഞു എന്നെ കൊണ്ടൊന്നും ആവില്ല. എത്ര തവണയായി പറഞ്ഞ് മനസ്സിലാക്കണം, ഇനിയും മനസ്സിലായില്ലേ നിനക്കൊന്നും? ടാസ്ക് എങ്ങനെ കളിക്കാമെന്ന് ഇതുവരെ മനസ്സിലാക്കിയില്ല. ഇവരെ കൺഫെഷൻ റൂമിൽ വിളിച്ച് എന്നിട്ടും ഊക്കി. ഇജാതി ഊക്ക് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇതുവരെ ഇങ്ങനെ ഊക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ മോശമായൊരു, ഇതുപോലെ ഫ്ലോപ്പായിട്ടുള്ളൊരു ഹോട്ടൽ ടാസ്ക്, ബി ഹോട്ടൽ ടാസ്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു 6 സീസണിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇപ്പം കണ്ടത്. അതിന് കാരണം ഈ ഒരു പവർ ടീമും പിന്നെ അതിന് ചുക്കാൻ പിടിക്കുന്ന ഉള്ളിലുള്ള കുറച്ച് ടീമും പുറത്തുള്ളവരെ ഉള്ളിൽ കടത്തി വിടാതിരിക്കാൻ വേണ്ടി ബലം പിടിക്കുക, ആകെ എൻ്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുന്നവരാണ്. നല്ല വെൽ പ്ലാൻഡ് ആയിരുന്നു അവർ. സായിബ്രോ ആയാലും നന്ദന ആയാലും അപ്സര ആയാലും അടിപൊളിയായിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അവരായിട്ട് ചെറുതായിട്ട് ശ്രീത്തുവും ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അർജുനും ഇത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഇത്തിരി നൈസായിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ ഡയമണ്ട് അടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നു.
ശ്രീരേഖ ആ ഒരു ക്യാരക്ടർ നല്ല രീതിക്ക് പെർഫോം ചെയ്തു. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ശ്രീരേഖ ബെസ്റ്റാണ്. ശ്വേതാ മേനൻ്റെ അടുത്ത് പോയിട്ട് കൈ മസാജ് ചെയ്ത് ഹാൻഡ് മസാജ് ചെയ്ത് കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നത് ശരിക്കൊരു ആണ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അതേപോലെ എക്സ്പ്രഷൻസും മാനറിസും ഒക്കെ ഇട്ടുകൊണ്ട് അടിപൊളിയായിട്ട് ഡയലോഗ് ഡെലിവറി ആയാലും അടിപൊളിയാണ്. ജാസ്മിൻ വളരെ നല്ല രീതിക്ക് തന്നെ ശ്രമിച്ചു, പക്ഷെ ജാസ്മിൻ അങ്ങോട്ട് ഒതുക്കിക്കളയുക ചെയ്ത്. ഇതൊക്കെ നോക്കിക്കോ, ലാലേട്ടൻ വന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ലാലേട്ടൻ മോൾക്ക് കുപ്പിപ്പാൽ കൊടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയും. ഒരു കാര്യം പറയാ, ഗബ്രിയോട് കൂടിയിട്ടുള്ള ആ ഒരു ജാസ്മിനെയെ ഞാൻ വെറുക്കുന്നുള്ളൂ, അവരുടെ ഒരു കോംബോവിനെയെ ഞാൻ വെറുക്കുന്നുള്ളൂ. അല്ലാതെ ഇവർ രണ്ടുപേരും നല്ല പ്ലെയേഴ്സ് തന്നെയാണ്, നല്ല ബോൾഡ് പ്ലെയേഴ്സ് തന്നെയാണ്. ആ ഒരു റോക്കിയെ വരെ ഒതുക്കി നിർത്തിയിട്ടുള്ള ഒരാളാണ് ജാസ്മിൻ. ഇവരുടെ ഈ ഒരു മെഴുകലായിരുന്നു എനിക്കിഷ്ടമല്ല അതിലൊന്ന് പേഴ്സണലി കേട്ടോ. വേറെ ആരുടെയും കാര്യം ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ എൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇവരുടെ ഒത്തിരി ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ലവ് ആണോ അല്ല, ഫ്രണ്ട്ഷിപ്പാണോ അല്ല, അതൊക്കെ മേലെ അതെയും താണ്ടി പുനിതമാന ഏതോ ഒരു ഫീലിംഗ് എന്നൊക്കെയുള്ള രീതിയിൽ വരുന്ന സമയത്ത് എനിക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല പേഴ്സണലി. പിന്നെ ഒരാളോട് മാത്രമേ പ്രേമം തോന്നാമോ, പുറത്ത് എൻഗേജ്മെൻറ്റ് കഴിച്ചിട്ട് ഉള്ളിൽ ലവ് ചെയ്താൽ എന്താണ് കുറ്റം എന്നൊക്കെ പറയുന്ന പുരോഗമനവാദികൾ കമൻറ്റിൽ ഇടുന്നതനുസരിച്ച് ഒരു കാര്യം ഞാൻ പറയാം സിമ്പിളായിട്ട്. എൻ്റെ വീട്ടിൽ എനിക്കത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ഒരു പ്രശ്നമില്ലാതെ മറ്റൊരാളെ സെലക്ട് ചെയ്ത് പോകുന്നത് തെണ്ടിത്തരമായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. അതവരുടെ ഗെയിം ആവാം, എന്ത് വേണമെങ്കിൽ ആവാം, അത് കാണുന്ന സമയത്ത് എനിക്കൊരു ഡിസ്കംഫേർട്ട് ഉണ്ട്, അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ എനിക്കൊരു കുത്തിക്കഴപ്പില്ല അവരെ കണ്ടിട്ട്. എനിക്കൊരു പ്രശ്നം വേറെ ഒന്നുമില്ല. ആസ് എ ഗെയിമർ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് എൻ്റെ പ്രശ്നം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ലവ് ട്രാക്ക് ആണെന്ന് വെച്ചാൽ മാന്യമായിട്ട് ലവ് ട്രാക്ക് തന്നെ ആയിരിക്കണം, ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് വെച്ചാൽ മാന്യമായിട്ട് ഫ്രണ്ട്ഷിപ്പ് തന്നെ കളിക്കുക, അതും അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കുക. അല്ലാതെ ലവ് അല്ല, ഫ്രണ്ട്ഷിപ്പ് അല്ല, അതല്ല ഇതല്ല, എനിക്കിഷ്ടമാണ് പക്ഷെ ലവ് അല്ല, ലവ് ആണ് പക്ഷെ ഇഷ്ടമല്ല, എനിക്ക് അവനോട് സ്നേഹമുണ്ട് പക്ഷെ ഇഷ്ടമല്ല, എനിക്ക് അവനോട് ഇഷ്ടമുണ്ട് പക്ഷെ സ്നേഹമല്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഡയലോഗുകൾ എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ കോംബോനെ ഞാൻ എതിർക്കുന്നത്. അല്ലാത്ത പക്ഷം ജാസ്മിൻ വളരെ നല്ല ഗെയിമറാണ്. ഹൈജീൻ്റെ കാര്യമൊക്കെ വേറൊരു ഇഷ്യൂ ആണ്. ആസ് എ ഗെയിമർ ഷീ ഈസ് ഗുഡ്, അതുപോലെ ആസ് എ ഗെയിമർ ഗബ്രി ഈസ് ഓൾസോ ഗുഡ്. അത്രേ ഉള്ളൂ. ഈ ഒരു ഹോട്ടൽ ടാസ്കിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച പവർ ടീമിന് എൻ്റെ നമസ്കാരം. വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കാനാണ് തോന്നുന്നത്, പക്ഷേ കാണിക്കുന്നില്ല. ഞാൻ നമസ്കാരത്തിന് മുന്നേ എന്തെങ്കിലും നിങ്ങൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളൂ, അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ബോറ് പരിപാടി എന്ന് പറഞ്ഞാൽ അഭിഷേകൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ശ്വേതാ മേനോൻ എടുത്ത് പറയുന്നുണ്ട് അഭിഷേക് ഒന്നും ചെയ്തിട്ടില്ല. ശ്വേതാ മേനോനോ അതോ സാബു മോനാ പറഞ്ഞേക്കുന്നത്, അഭിഷേക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സത്യമല്ലേ? ഇവരെന്താ ചെയ്തിട്ടുള്ളത്? ഒരുമാതിരി റൂഡായിട്ട്, ഒരുമാതിരി വെറുപ്പിക്കൽ, ഒരുപാട് സീരിയസ് ആയിട്ട്. റസ്മിനൊക്കെ വല്ല ഗുണ്ട സെറ്റപ്പ്, ഭയങ്കര ഒരു എന്താ പറയുക, ഇടിച്ചു കയറി എല്ലാവരെയും പിടിച്ചു നിർത്തി ആ ഒരു ലെവല് ഫിസിക്കലായിട്ടാണ് പോകുന്നേ. ഇത്ര ബോറ് പരിപാടി അത്. ഒരു ടാസ്കിൽ ഇങ്ങനെയൊക്കെ സീരിയസ് ആയിട്ട് ഒരുമാതിരി സൈക്കോത്തരം കാണിച്ച ഒരു ഫണ്ണായിട്ടുള്ളൊരു ടാസ്കിനെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ? എത്ര ബോറാത്. ഇതിനേക്കാളും ഭയങ്കര ഡേഞ്ചറസ് ആണ് അൻസിബയുടെയൊക്കെ ഗെയിം. വേറെ ആരെങ്കിലും വരുന്ന സമയത്ത്, ഇപ്പോൾ റസ്മിൻ ഇന്നലെ കരയുന്ന സമയത്ത് അപ്സര സമാധാനിപ്പിക്കാൻ വന്നപ്പോൾ പറഞ്ഞു വിടുന്നു, അപ്സര ഒന്ന് പോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നു. അതുപോലെ ബാക്കിയുള്ളവരെ പറ്റി എല്ലാം നെഗറ്റീവ് പറഞ്ഞു വരുത്തുന്നു. ഋഷി ശരിക്ക് കളിപ്പാവ തന്നെ പറയാം. മറ്റേ ആരാ പറഞ്ഞത്, നന്ദനെ മറ്റേ വന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അൻസിബ ചേച്ചിയുടെ താക്കോലിനനുസരിച്ച് ആടുന്ന പാവയാണ് ഋഷി എന്ന്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. മൂഞ്ചിയ ഷോ. ഇനി എത്ര ദിവസമുണ്ട്? കുറച്ച് ദിവസമേ ഉള്ളൂ. ഇതിലെങ്കിലും എന്തെങ്കിലും ഉണ്ടോയെന്ന് പ്രതീക്ഷയൊന്നുമില്ല എനിക്ക്. എന്നാലും ഇത്രയും കണ്ടില്ലേന്ന് പറഞ്ഞ് കാണുക, അത്രേ ഉള്ളൂ. സാബുമോനും ചേതമേനൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട്, യു ഗൈസ് ആർ ഓസം, യു ഗൈസ് ആർ ടാലൻറ്റഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പിണ്ണാക്കുമല്ല. ഇത് 4 പേര് കഴിവുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് സൈസാക്കിയിട്ട് ഒരു ഓരത്ത് നിർത്തിയിട്ട് ഇവർ ആ പരിപാടിയും കൂടി നിർത്തി ഇവരൊന്നും ചെയ്യാതെ ഈച്ചായിട്ടിരിക്കും. ഇതാണ് നടക്കുന്നത്. അലമ്പ് പരിപാടി എന്ന് പറഞ്ഞാൽ അലമ്പ് പരിപാടി. നിങ്ങളുടെ അഭിപ്രായം എന്താ?
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഷോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ പെർഫോമൻസ് ആണ് ഇഷ്ടപ്പെട്ടത്? BB ഹോട്ടൽ ടാസ്കിൽ ആരുടെ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടി എനിക്ക് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.